ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നഴ്സസ് ലൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർഡിയാക് മെഡിസിൻ ആയ ഡിജോക്സിൻ ആണ്. എന്താണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, യൂസസ്, സൈഡ് ഇഫക്ട്സ് ആൻഡ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്നൊക്കെ ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ഡിജോക്സിൻ ഓർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. ഇറ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. മെയിൻ ആയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ആണ് കൂട്ടുന്നത്. പ്രോപ്പർ ആയിട്ട് കൺട്രാക്ഷൻ വരുമ്പോഴത്തേനും കാർഡിയാക് ഔട്ട്പുട്ട് കൂടുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് അയോട്ട വഴി ബ്ലഡ് സപ്ലൈ ബോഡി പാർട്സിലേക്ക് എത്തുന്നത്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ഫോഴ്സ് കൂടുമ്പോഴത്തേനും പ്രോപ്പർ ആയിട്ട് കൺട്രാക്ഷൻ നടക്കുമ്പോഴത്തേനും ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ബോഡി പാർട്സിലേക്ക് എത്തുന്നു. അതായത് കാർഡിയാക് ഔട്ട്പുട്ട് കൂടുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ ഡിജോക്സിൻ ഇൻക്രീസസ് ദ കാൽസ്യം ഇൻസൈഡ് ഹാർട്ട് മസിൽസ്. ഹാർട്ട് മസിൽസിന്റെ ഉള്ളിലുള്ള കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നു. അപ്പം മോർ കാൽസ്യം, കൂടുതൽ കാൽസ്യം വരുമ്പോഴത്തേനും സ്ട്രോങ് ആയിട്ടുള്ള കൺട്രാക്ഷൻ ഉണ്ടാവുന്നു. അടുത്ത മെക്കാനിസം ആണ് സ്ലോ ദ ഹാർട്ട് റേറ്റ്. ഡിജോക്സിൻ സ്ലോ കണ്ടക്ഷൻ ത്രൂ AV നോഡ് ആൻഡ് ഇറ്റ് സ്ലോ ദ ഹാർട്ട് റേറ്റ്. ഹാർട്ടിന്റെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോഡിൽ നിന്നാണ്. അവിടെ നിന്ന് AV നോഡിലേക്ക് എത്തും, പിന്നെ പർക്കിഞ്ചെ ഫൈബേഴ്സിലേക്ക് എത്തുന്നു. ഇവിടെ കണ്ടക്ഷൻ AV നോഡിലുള്ള കണ്ടക്ഷൻ സ്ലോ ആക്കുന്നതനുസരിച്ച് ഹാർട്ട് റേറ്റും സ്ലോ ആവുന്നു. ഇത്രയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് യൂസസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഇവിടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വെൻട്രിക്കിൾസിന് പമ്പിംഗ് എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഡിജോക്സിൻ കൊടുത്ത് അവരുടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടി കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടുന്നു. സെക്കൻഡ് വൺ ആണ് ഏട്രിയൽ ഫിബ്രിലേഷൻ ഓർ ഏട്രിയൽ ഫ്ലട്ടർ. ഇവിടെ ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഹാർട്ട് റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡിജോക്സിൻ കൊടുക്കുന്നു. നെക്സ്റ്റ് തെറാപ്യൂട്ടിക് ലെവലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 0.5 to 2 mg/ml ആണ് ഡിജോക്സിന്റെ തെറാപ്യൂട്ടിക് ലെവൽ. അതുപോലെ ആന്റിഡോട്ട് ആണ് ഡിജോക്സിൻ ഇമ്മ്യൂൺ ഫാം ഓർ ഡിജിബൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബ്രഡികാർഡിയ. ഹാർട്ട് റേറ്റ് കുറയുന്നു, കാരണം ഇവിടെ ഓൾറെഡി AV നോഡ് വഴിയുള്ള കണ്ടക്ഷൻ സ്ലോ ആക്കുന്നു. അതുപോലെ ഹാർട്ട് റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അരിത്മിയാസ്, നോസിയ, വൊമിറ്റിംഗ്, അനോറക്സിയ, ബ്ലഡ് വിഷൻ, യെല്ലോ ഓർ ഗ്രീൻ വിഷൻ ഓർ ഹാലോസ്. ഹാലോസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിലൊക്കെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ കാണത്തില്ലേ, അതിനെയാണ് ഹാലോസ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ വിഷൻ അല്ലെങ്കിൽ ഹാലോസ് ഉണ്ടാവുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഡിജോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹൈപ്പോകലീമിയ ഓർ ലോ പൊട്ടാസ്യം ലെവൽ. ലോ പൊട്ടാസ്യം ആണെങ്കിൽ ഹൈ ഡിജോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാവാൻ കാരണമുണ്ട്. പിന്നെ അടുത്തത് ഡ്രഗ് ഇൻട്രാക്ഷൻ. ചില ഡ്രഗ്സുമായിട്ട് ഇൻട്രാക്ട് ആകുമ്പോഴത്തേനും ഡിജോക്സിന്റെ ടോക്സിസിറ്റി ബോഡിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അതായത് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ക്യുനിഡിൻ, അമയോഡറോൺ, വെറാപ്പമെൻ, ഇതൊക്കെ ആന്റി അരിത്മിക് മെഡിസിൻ ആണ്. അതുപോലെ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ്, എക്സാമ്പിൾ ആണ് എറിത്രോമൈസിൻ. പിന്നെ ഡയോട്ടിക്സ്. ഡയോട്ടിക്സ് മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോകലീമിയ ഉണ്ടാക്കുക. അതായത് ഡയോട്ടിക്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് പൊട്ടാസ്യം കുറയാൻ ചാൻസ് ഉണ്ട്. അത് ഓൾറെഡി പൊട്ടാസ്യം കുറഞ്ഞാൽ അത് ഡിജോക്സിന്റെ ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇത്രയാണ് അപ്പം ഡിജോക്സിന്റെ ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന കാരണങ്ങൾ. നേഴ്സിംഗ് കെയർ നോക്കാം. ചെക്ക് എപ്പിക് പൾസ് ഫോർ 1 minute. ഡിജോക്സിൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യണം. അപ്പം പൾസ് അഡൽസിന് ലെസ് ദാൻ 60 beats/minute ആണെങ്കിൽ ഡിജോക്സിൻ ഹോൾഡ് ചെയ്യുക. അതുപോലെ ചിൽഡ്രന് ലെസ് ദാൻ 70 ആണെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇൻഫാൻസിന് ലെസ് ദാൻ 90 ആണെങ്കിൽ ഹോൾഡ് ചെയ്യുക. പൾസ് അഡൽസിന് 60, ചിൽഡ്രന് 70, ഇൻഫാൻസിന് 90ലും ലോ ആണെങ്കിൽ ഹോൾഡ് ചെയ്യുക. കാരണം ഇവിടെ ഓൾറെഡി ഹാർട്ട് റേറ്റ് സ്ലോ ആക്കും. അപ്പം നമ്മൾ പേഷ്യൻ്റ് ഓൾറെഡി ഹാർട്ട് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ബ്രഡികാർഡിയ ഉണ്ടാക്കും. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അടുത്തത് മോണിറ്റർ ECG, ഡിജോക്സിൻ ലെവൽ, പൊട്ടാസ്യം ആൻഡ് കിഡ്നി ഫംഗ്ഷൻ. ഇവിടെ ECG നോക്കുക, അരിത്മിയസ് ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ഡിജോക്സിൻ ലെവൽ, തെറാപ്യൂട്ടിക് ലെവൽ നോക്കിയിട്ട് അത് പ്രോപ്പർ ആണോ നോക്കുക. അതുപോലെ പൊട്ടാസ്യം, കിഡ്നി ഫംഗ്ഷൻ ഒക്കെ ചെക്ക് ചെയ്യുക. എൻകറേജ് പൊട്ടാസ്യം റിച്ച് ഫുഡ്. ഇവിടെ ഹൈപ്പോകലീമിയ ഉണ്ടെങ്കിൽ, പൊട്ടാസ്യം കുറവാണെങ്കിൽ ഡിജോക്സിന്റെ ടോക്സിറ്റി കൂടാൻ കാരണമുണ്ട്. അതുകൊണ്ട് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. ഡെയിലി ബോഡി വെയിറ്റ് ആൻഡ് ഇൻടേക്ക് ഔട്ട്പുട്ട്. ഡെയിലി ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ ഇൻടേക്ക് ഔട്ട്പുട്ടും ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നഴ്സിംഗ് കെയേഴ്സ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് പേഷ്യന്റ് ടീച്ചിങ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടേക്ക് അറ്റ് സെയിം ടൈം ഡെയിലി. പേഷ്യന്റിനോട് നമ്മൾ ടീച്ച് ചെയ്യുക മെഡിസിൻ സെയിം ടൈമിൽ എല്ലാ ദിവസവും എടുക്കാൻ പറയുക. അതുപോലെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഡബിൾ ഡോസ്
അതായത് മെഡിസിൻ ഡബിൾ ഡോസ് എടുക്കാൻ പാടില്ല, കാരണം അത് ഹാർട്ട് റേറ്റ് വളരെയധികം കുറയ്ക്കും. ബ്രഡികാർഡിയ ഉണ്ടായ പേഷ്യൻറ്റിന് റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ചെക്ക് പൾസ് ബിഫോർ ടേക്കിംഗ്. മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് പേഷ്യൻറ്റിനോട് റേഡിയോ പൾസ് എടുത്ത് ചെക്ക് ചെയ്യാൻ പറയുക. പൾസ് കുറവാണെങ്കിൽ ഹോൾഡ് ചെയ്യുക, അതുപോലെ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ്, റിപ്പോർട്ട്. എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോസിയ, വോമിറ്റിംഗ്. പേഷ്യൻ്റ് എന്തെങ്കിലും മെഡിസിൻ എടുക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ നോസിയ, വോമിറ്റിംഗ്, സ്ലോ പൾസ്, വിഷൻ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ടുള്ള പേഷ്യൻ്റ് ടീച്ചിങ്. ഇത്രയാണ് ഡിജോക്സി. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഡിജോക്സിന്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ ഫോഴ്സ് കൂട്ടുന്നു, അതുപോലെ ഹാർട്ട് റേറ്റ് സ്ലോ ആക്കുന്നു. പിന്നെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രഡികാർഡിയ, അരിത്മിയാസ്, നോസിയ, വൊമിറ്റിംഗ്, അനോറക്സിയ, അതുപോലെ യെല്ലോ ഹാലോസ് ഓർ വിഷൻസ് ഉണ്ടാവുന്നു. പിന്നെ തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 to 2 mg/ml ആണ്. അതുപോലെ ഇതിന്റെ ആന്റിഡോട്ട് ഡിജിബൈൻഡ് അല്ലെങ്കിൽ ഡിജോക്സിൻ ഇമ്മ്യൂൺ ഫാബ് ആണ്. പിന്നെ ടോക്സിസിറ്റി ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഹൈപ്പോകലീമിയ ഉള്ള പേഷ്യൻസിന് ടോക്സിറ്റി ഉണ്ടാവും. അതുപോലെ മെഡിസിൻസുമായിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോഴത്തേനും ടോക്സിസിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പൾസ് റേറ്റ് ചെക്ക് ചെയ്യുക. പൾസ് റേറ്റ് കുറവാണെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യുക, അതുപോലെ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. പിന്നെ നമ്മൾ നേഴ്സിംഗ് കെയർ ആയിട്ട് നമുക്ക് പേഷ്യൻ്റ് ECG, പൊട്ടാസ്യം, അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ പേഷ്യൻറ്റിനോട് പറയുക എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയുക. ഓക്കെ, ഇത്രയാണ് ഡിജോക്സിങ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കൂടുതൽ നഴ്സിംഗ് എക്സാംസിൻ്റെ വീഡിയോസിനും ടിപ്സിനുമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്